ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വിഷു സംക്രമവും ഈ വിഷുവർഷം മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാകുന്നു. മീനശനി ഇടവവ്യാഴം കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി, അതായത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി പുലർച്ചെ 3:13 മേടരവി സംക്രമം വിഷുദിനമായി ലോകമെങ്ങും ആചരിക്കാൻ പോകുന്നത്. എല്ലാ വർഷവും വിഷു വരും, തിരുവോണം വരും, ഒക്കെ വരും. മലയാള വർഷത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിച്ചു വരുന്ന 3 ഉത്സവങ്ങളാണ് മേടമാസത്തിലെ വിഷുവും, ചിങ്ങമാസത്തിലെ തിരുവോണവും, ധനുമാസത്തിലെ തിരുവാതിരയും. വളരെയധികം പ്രാധാന്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇവിടെ മേടത്തിൽ രവി സംക്രമിക്കുന്ന ഈ മാസം വസന്ത ഋതുവാകുന്നു. സൂര്യൻ മേടത്തിലേക്ക് സംക്രമിക്കുന്നത് ചോതി നക്ഷത്രം 2-ാം പാദത്തിലും പ്രതിപദം കറുത്തപക്ഷത്തിലെ പ്രഥമ തിഥിയിലും പന്നി കരണത്തിലും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ സമയമാണ്. തുലാൻ രാശിയിലാണ് ചോതി നക്ഷത്രം, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, തുലാൻ രാശിയാണ്. തുലാൻ രാശിയിലാണ് മേഷരവി സംക്രമം. അന്ന് തത്സമയം വരുന്നത് കുംഭ ലഗ്നത്തിലാണ് ഈ മേഷരവി സംക്രമം വരുന്നത്. അതിനാൽ സാമാന്യമായി നമുക്ക് ഫലം പറയേണ്ടിയിരിക്കുന്നു. മേടം മുതൽ 12 രാശിക്കാരുടെയും ഫലം നമുക്ക് ഓരോ രാശിയിലുമായി ചർച്ച ചെയ്യാം. പക്ഷേ ഈ വരുന്ന സമയം കുംഭൻ രാശിയിലാണ്. അതിനാൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയത്താണ് മേടരവി സംക്രമം. ഇന്ന് കുംഭൻ ലഗ്നത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 2-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു, ശനി, 4-ൽ വ്യാഴം, 6-ാം ഭാവത്തിൽ ചൊവ്വ, അഷ്ടമത്തിൽ കേതു, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനവാഗ് ധർമ്മസ്ഥിതേ ശീതകവും. 9-ാം ഭാവത്തിൽ പൗർണമി കഴിഞ്ഞ് പിറ്റേന്നാൾ ഉള്ള ചന്ദ്രനാണ്. ചന്ദ്രൻ ബലവാനാണ്. അതിനാൽ സൗഭാഗ്യങ്ങളും സന്താനശ്രേയസ്സും സുഹൃത്തുക്കളും ഒക്കെ ഭജിക്കും, പ്രാപിക്കുമെന്ന നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുംഭം രാശി ആത്മീയമായ വിഷയത്തിൽ വളരെയധികം ഫലങ്ങൾ നൽകുന്നൊരു രാശിയാണ്. ഇവിടെ 4-ൽ വ്യാഴമാണ്. സുഖി. ഈ കുംഭൻ രാശിക്കാർക്ക് ഈ വർഷം വിഷു വർഷം ഈ കുംഭം ലഗ്നം ജനറലായി വന്നതുകൊണ്ട് ആത്മീയമായ സുഖങ്ങളിൽ വളരെയധികം അറിവ് ലഭിക്കുവാനും യാത്ര ചെയ്യുവാനുമുള്ള ഒരു സൗഭാഗ്യം പ്രദാനം ചെയ്യും. ഗൃഹം, ഗൃഹനിർമ്മാണങ്ങൾ, ഭൂമി വാങ്ങൽ, ഇതൊക്കെ തന്നെ ഈ വിഷുവർഷത്തിൽ നടക്കും. വിവാഹ വിഷയം വളരെ നന്നായിട്ട് നടക്കും. ഇവിടെ കുംഭലഗ്നത്തിൻ്റെ 7-ാം ഭാവാധിപത്യമുള്ള ഗ്രഹം ആരാകുന്നു? സൂര്യനാകുന്നു. സൂര്യൻ ഉച്ചസ്ഥനാകുന്നു. യാത്ര പുറപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും. ദാമ്പത്യ ശ്രേയസ് വളരെയധികം അനുകൂലമായിട്ട് വരും. വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സുവാക്യ, നല്ല വാക്യത്തിലൂടെ, നല്ല വാക്കുകളിലൂടെ സൗഹൃദങ്ങളും ധനപരമായ അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ ഈ വിഷുവർഷം എല്ലാവരെയും ഉപകരിക്കുന്നതാണ്. ഇത് സാമാന്യ ഫലമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ടുന്നൊരു വിഷയം സന്താന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം സന്താനപതിയാഗ്രഹം നീചസ്ഥനാണ്, ബുധൻ ദുർബലമാണ്. അഷ്ടമഭാവത്തിൽ കേതുവുണ്ട്, 6-ാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വയുമുണ്ട്. അതിനാൽ മക്കളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
നിത്യവും നാം ശ്രവിക്കുന്ന, കേൾക്കുന്ന, കാണുന്ന വാർത്തകൾ അങ്ങേയറ്റം ഭീതിതങ്ങളാണ്, ഭീതി ജനിപ്പിക്കുന്നവയാണ്. അതിനാൽ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും സ്വഭാവ സംസ്കാരത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം രക്ഷിതാക്കൾ. മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു വലിയ ഫലം അന്തർലീനമായി ഈ കുംഭം ലഗ്നം വന്നതിലുണ്ടാകുന്നു. സന്താനപതി നീചസ്ഥനാണ്. അതിൻ്റെ യോഗങ്ങളൊന്നും തന്നെ നല്ലതിനല്ല. അതിനാൽ മക്കളുടെ വ്യക്തിത്വ വികാസത്തിന് പ്രാധാന്യം കൊടുക്കണം. മക്കൾ നമുക്ക് അടങ്ങാത്ത മക്കളാണെങ്കിൽ അവരെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ അവരിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ തേടണം. നല്ല ഹീലേഴ്സിനെ നിങ്ങൾ സമീപിച്ചിരിക്കണം. അപ്രകാരം തന്നെ മക്കളുടെ അനാവശ്യമായ രാത്രി യാത്രകൾ, സൗഹൃദങ്ങൾ, ഡ്രഗ്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ പ്രിയമുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്നു. ഈ ഒരു വിഷു സംക്രമ ഫലത്തിൽ വരുന്ന കുംഭം ലഗ്നമായി വന്നതിനാൽ മറ്റെല്ലാ വിഷയങ്ങളിലും വളരെ അനുകൂലമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം, സഹോദര ഗുണം വളരെ കുറയുന്നു. കർമ്മമേഖലയിൽ വളരെ ശ്രദ്ധാപൂർവം മാത്രം നീങ്ങുക, അല്ലെങ്കിൽ കർമ്മമേഖലയിൽ അശാന്തത കൈവരുന്ന ഒരു സമയം ഈ രാശിയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നാം ചിന്തിച്ച കുംഭം ലഗ്നത്തിന് ബാധാസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. അതിനാൽ കർമ്മമേഖലയിൽ അശാന്തത, കർമ്മം നഷ്ടപ്പെടുക, ജോലി നഷ്ടപ്പെടുക, ജോലി വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സാമാന്യ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ വിഷുവിൻ്റെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒക്കെ തന്നെ അറിയാം. വിഷു ഒരു കാർഷികോത്സവമാകുന്നു. മലയാളികൾക്ക് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭമാകുന്നു വിഷു. വിഷുവെ ആധാരമാക്കിക്കൊണ്ടാണ് നാം എല്ലാവരുടെയും ശുഭാശുഭ ഫലങ്ങൾ ആയിരക്കണക്കിന് ജ്യോതിഷികൾ യൂട്യൂബിലൂടെയും അല്ലാതെയും മാസികകളിലൂടെയും വാരികകളിലൂടെയും പ്രവചിച്ച് വരുന്നത്. വിഷുവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ വിഷുക്കാലത്തുണ്ടാകുന്ന ഫലങ്ങളെല്ലാം തന്നെ ഒരു വർഷത്തേക്ക് അനുകൂലമായോ പ്രതികൂലമായോ വരുമെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതിനാൽ സസൂക്ഷ്മം നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ വിഷു ഫലത്തെ ചിന്തിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വർഷത്തെ വിഷുഫല പ്രവചനത്തിലേക്ക് സ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വിഷുഫലം തുലാം രാശിക്കാരുടേതാണ്. തുലാം രാശി എന്നാൽ നിങ്ങൾക്ക് ഏറെ സുപരിചിതമാണിന്ന്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാവുന്നു തുലാം രാശി. ഇവിടെ തുലാം രാശിയിൽ ഇന്ന് രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു. 6-ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, ശനി, രാഹു. 7-ാം ഭാവത്തിൽ ആദിത്യൻ, അഷ്ടമത്തിൽ വ്യാഴം, 10-ാം ഭാവത്തിൽ ചൊവ്വ, 12-ാം ഭാവത്തിൽ കേതു. തുലാം രാശിക്കാർക്ക് ഈ വിഷു ഫലം എപ്രകാരം സ്വാധീനിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു. തുലാം രാശിയിൽ ചന്ദ്രനുണ്ട്. ചന്ദ്രൻ മേടം, ഇടവം, കർക്കിടകം രാശികളിലൊഴിച്ച് മറ്റ് സ്ഥലത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് അത്ര അനുകൂല ഫലമല്ല പറഞ്ഞിരിക്കുന്നത്. വിതുർഗോ കുളീരാജകസൻ വപുസ്തോ ധനാധ്യക്ഷമാനന്ദ ലാവണ്യപൂർണം. മേടം, ഇടവം, കർക്കിടകം രാശികളിൽ ചന്ദ്രൻ വരുമ്പോൾ എന്തു ചെയ്യുന്നു? ധനത്തിൻ്റെ അധ്യക്ഷസ്ഥാനം, ആനന്ദ ലാവണ്യപൂർണമായ ജീവിതമൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു ചന്ദ്രൻ. വിദഗ്ധേതമം ക്ഷീണദേഹം ദരിദ്രം ജഡം ശ്രോത്രഹീനം നലം ശേഷലഗ്നേ. മറ്റെല്ലാ രാശികളിലും ലഗ്നത്തിൽ ചന്ദ്രൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് അവസ്ഥയിലെത്തിക്കുന്നു? അധമം, ഉത്തമമായ അവസ്ഥയല്ല, അധമമായ അവസ്ഥയിലേക്ക് നയിക്കുന്നു. ദേഹക്ഷീണം ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന്. ശാരീരികമായി വളരെയധികം അവശതകളെ അദ്ദേഹത്തെ തള്ളിവിടുന്നു ഈ ചന്ദ്രൻ. പിന്നീടോ ദരിദ്രം, സാമ്പത്തികമായ വിഷയത്തിന് വളരെയധികം ദുർബലത വരുത്തുന്നു. അതിനെ അടിവരയിടുന്ന മറ്റൊരു വിഷയവുമുണ്ട്. ഇവിടെ വെളുത്തപക്ഷത്തിൽ പൗർണമി കഴിഞ്ഞ് പ്രതിപദം തിഥിയിലാണ്, കറുത്തപക്ഷത്തിലെ പ്രതിപദം 1-ാമത്തെ തിഥിയിലാണ് ചന്ദ്രൻ ചോദ്യ നക്ഷത്രത്തിൽ തുലാം രാശിയിൽ വിഷുദിനം നിൽക്കുന്നത്. അവിടെ 7-ൽ സൂര്യനാണ്.
എത്ര പവർഫുള്ളായ ചന്ദ്രനാണെങ്കിലും 7-ൽ സൂര്യൻ വരുമ്പോൾ അതൊരു അധമയോഗമാകുന്നു. ധനമില്ലാത്തൊരവസ്ഥയെ, ദുർബലമായൊരു സ്ഥിതിയെ കാണിക്കുന്നു. അതിനാൽ തുലാം രാശിക്കാർ ശാരീരിക വിഷയത്തിലും സാമ്പത്തിക വിഷയത്തിലും വളരെയധികം ഈ വിഷുവർഷക്കാലം ശ്രദ്ധിക്കണമെന്നാണ് ആദ്യം നൽകുന്ന സന്ദേശം. ഇവിടെ തുലാം രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ശനി 6-ാം ഭാവത്തിലേക്ക് വന്നു. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വ്യാഴം മെയ് 15-ന് 9-ാം ഭാവത്തിലേക്ക് വരികയാണ്. അതിനാൽ തുലാം രാശിക്കാർക്ക് വളരെയധികം ശ്രേയസ്സുള്ള വർഷമായിരിക്കും ഈ വിഷുവർഷമെന്ന് ജ്യോതിഷികളെല്ലാം തന്നെ പറയുന്നുണ്ട്. എങ്കിലും ഈ വിഷുവർഷത്തിൻ്റെ ആരംഭം എപ്രകാരമാണെന്നാണ് നാം ചിന്തിക്കുന്നത്. ഇവിടെ തുലാം രാശിക്കാർക്ക് ധനാധിപനായ ചൊവ്വ നീചസ്ഥനായാണ് കർക്കിടകത്തിൽ നിൽക്കുന്നത്. അതവരുടെ യാത്രാ വിഷയവും കൂടിയാണ്. യാത്രാ വിഷയം, ധനവിഷയം, വിവാഹ വിഷയം, വൈവാഹിക ജീവിതം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വയാണ് ദുർബലമായി 10-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ജാമാതുർവ്യസനം, കളത്രവിരഹം, സ്ത്രീഹേത്വ അനർത്ഥാഗമം, ദ്വിനേശേ വിബലിന്യ അസത്യ അഭിരതിം ഗുഹ്യാമയം പാടനം. 7-ാം ഭാവാധിപൻ ദുർബലമാകുമ്പോൾ, നീചത്തിലാകുമ്പോൾ ജാമാതുഹു വ്യസനം, ജാമാതു മകളുടെ ഭർത്താവിന് വ്യസനമുണ്ടാവുക, ദുഃഖമുണ്ടാവുക, ക്ലേശങ്ങളുണ്ടാവുക, കളത്രവിരഹം, ഭാര്യാവിരഹമുണ്ടാവുക, സ്ത്രീകൾ കാരണം അനർത്ഥങ്ങളുണ്ടാകുക. ഇതൊക്കെയാണ് 7-ാം ഭാവാധിപനായ ഗ്രഹം ദുർബലമായാൽ സംഭവിക്കുക. ഇവിടെ ചൊവ്വ ദുർബലമായി നീചസ്ഥനായി തൻ്റെ കർമ്മക്ഷേത്രത്തിൽ 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. പക്ഷേ അവിടെ 10-ാം ഭാവത്തിൽ ദിഗ്ബലമുണ്ട് ചൊവ്വയ്ക്ക്. 10-ൽ ചൊവ്വ അധികാരത്തെ സൂചിപ്പിക്കുന്നു. എങ്കിലും ദുർബലമായ അവസ്ഥയുണ്ടാകുമ്പോൾ കർമ്മമേഖലയിലും യാത്രാ വിഷയത്തിലുമൊക്കെ തുലാം രാശിക്കാർ ഈ വിഷുവർഷം വളരെയധികം ശ്രദ്ധിക്കണം. ഈ ചൊവ്വ ധനാധിപൻ കൂടിയാണ്. 2-ാം ഭാവാധിപൻ ദുർബലമാകുമ്പോൾ ജാഡ്യം, സംസതി വാക്, കുടുംബചലനം, ദുഷ്പത്രികം, ദൃഗ്രുജം, വാഗ്ദോഷം, ദ്രവിണവ്യയം, നൃപതേ കോപം, സ്വശക്തിക്ഷയം എന്നാണ് 2-ാം ഭാവാധിപൻ നീചസ്ഥനായി നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം. 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, ധനഭാവത്തിൽ നിൽക്കുമ്പോൾ ഒരു ജഡമായ അവസ്ഥയുണ്ടാകുന്നു. വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെയധികം അനുഭവിക്കേണ്ടി വരുന്നു. കുടുംബചലനം, താൻ സംരക്ഷിക്കപ്പെടേണ്ടുന്ന കുടുംബത്തിൽ ചലനമുണ്ടാകുന്നു. കുടുംബം ഛിന്ന ഭിന്നമാക്കി പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു തുലാം രാശിക്കാർക്ക്. ശ്രദ്ധിക്കണം വളരെ. ദുഷ്പത്രികം, എഴുത്തിലൂടെ വളരെയധികം ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അനാവശ്യമായ കത്തുകളോ ആ കത്തുകളിലൂടെയുള്ള വിവാദങ്ങളോ കൊടുമ്പിരിക്കൊള്ളുന്ന സമയമായിരിക്കും. ദൃഗ്രുജം, നയനസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നു. വാഗ്ദോഷമുണ്ടാകുന്നു, ധനം നശിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള ധാരാളം ദോഷങ്ങൾ തുലാം രാശിക്കാർക്ക് നീചസ്ഥനായ ഈ ചൊവ്വ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ഒരു വർഷത്തെ ഫലമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ജൂൺ 6 വരെ വളരെയധികം ശ്രദ്ധിക്കണം തുലാം രാശിക്കാർ. അത് കഴിഞ്ഞാൽ ചൊവ്വ വളരെ ശക്തമായി 11-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് തുലാം രാശിക്കാർക്ക്. ഇതൊക്കെ നേരെ പോസിറ്റീവായിട്ട് അവർക്ക് വരാം. അതിനാൽ ജൂൺ 5 വരെ വളരെയധികം ശ്രദ്ധിക്കണം. മെയ് 15 വരെ വ്യാഴവും അഷ്ടമത്തിലാണ്. ആ വ്യാഴം 9-ാം ഭാവത്തിൽ വരുമ്പോൾ തുലാം രാശിക്കാർക്ക് ലോട്ടറി അടിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. വളരെ വിശദമായി നമുക്കത് ചർച്ച ചെയ്യണം. അപ്രകാരം തന്നെ രാഹു 5-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് മെയ് 17-ാം തീയതി. അതും വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായി ഉദരസംബന്ധമായ രോഗങ്ങൾ, ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളൊക്കെ ശ്രദ്ധിക്കണം. രാഹു അത്ര നല്ലതല്ല. അതിനാൽ ഇതൊക്കെ കൂട്ടിക്കുഴഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഇപ്പോഴില്ല. ഇന്നത്തെ തുടക്കം ജൂൺ 6 വരെ തുലാം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. കർമ്മമേഖലയിൽ പെട്ടെന്ന് എടുത്തുചാടി ജോലി മാറുക, അല്ലെങ്കിൽ ജോലി രാജിവെച്ച് മറ്റൊരു ജോലിയിലേക്ക് പോവുക, ഇതൊക്കെ ജൂൺ 6 വരെ അത്രത്തോളം ശുഭത്വം നൽകില്ല തുലാം രാശിക്കാർക്ക്. ഇവിടെ തുലാം രാശിക്കാർ ഞാൻ പറഞ്ഞു ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ശാരീരികമായി സ്വതവേ തന്നെ തുലാം രാശിക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുണ്ട് ഹീനാംഗ, അംഗത്തിന് ഹീനത്വം ഉണ്ടാകുമെന്ന്. അതിനാൽ സർജറി വിഷയങ്ങൾ ശ്രദ്ധിക്കണം. വാഹനാപകടം വളരെയധികം ജാഗ്രത പാലിക്കണം. കാരണം അധോമുഖ രാശിയിലാണ് ഇന്ന് തുലാം രാശി ഉള്ളത്. 7-ാം ഭാവത്തിൽ സൂര്യനുണ്ട്. അതിനാൽ വാഹനാപകടം ശ്രദ്ധിക്കണം. തുലാം രാശി ദ്വിപാദ് രാശിയാണ്. 2 ഉരുളുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെ ജാഗ്രത പാലിക്കണം. കാരണം അവരുടെ ശരീരം എപ്പോഴും പുറത്താണ് വാഹനത്തിൽ.
അതിനാൽ വളരെയധികം ജാഗ്രത ശാരീരികമായി ശ്രദ്ധിക്കണം. ടൂ വീലറുകൾ വൈൽ ക്രോസിംഗ് ദ റോഡ് മുറിച്ച് കിടക്കുമ്പോഴൊക്കെ തുലാം രാശിക്കാർക്ക് അപകടത്തിൻ്റെ സാധ്യത കൂടുതലാണ്. അത് ഏറ്റവും അധികം വരുന്ന സമയം ജൂൺ 6 വരെയാണ്. തൻ്റെ കാശിൻ്റെ വിഷയത്തിലും കൊടുത്ത കാശ് തിരിച്ചു കിട്ടില്ല, മറ്റുള്ളവരെ തന്നെ ചതിക്കും. സാമ്പത്തിക വിഷയത്തിൽ അടുത്തുള്ള സുഹൃത്തുക്കളും തന്നെ കൈവിട്ടു പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. 6ാം ഭാവത്തിൽ ശുക്രനാണ് തുലാം രാശിക്കുന്നത്. അമൃതിൽ കുളിച്ച ശത്രുക്കൾ ഉണ്ടാകുമെന്നാണ്. ശത്രുദോഷം വളരെയധികം നേരിടേണ്ടി വരും. മറ്റൊരു വിഷയം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 6ൽ ശുക്രനാണ്. സ്നേഹത്തിലൂടെ ദുഃഖം വരുമെന്നാണ്. അതിനാൽ വിവാഹ വിഷയം, പ്രണയ വിഷയം, പ്രേമനൈരാശ്യങ്ങൾ ഇതൊക്കെ വന്ന് വളരെയധികം മാനസിക സംഘർഷത്തിൽ തുലാം രാശിക്കാർ എത്തിപ്പെടേണ്ടുന്ന തുടക്കമുണ്ട്. ഈ വിഷുവർഷത്തിൻ്റെ ആരംഭം ജൂൺ 6 വരെ. അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലാവും. മെയ് 15 വ്യാഴം മാറും. ഞാൻ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ വിശദമായി സ്പഷ്ടമായി എൻ്റെ ശ്രോതാക്കളുമായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പങ്കുവയ്ക്കുന്നതാണ്. നിങ്ങൾ സശ്രദ്ധം നിരീക്ഷിക്കണം ഓരോ ഡോക്ടർ മാരാർജിയുടെ പ്രവചന വിഷയവും. ഒരിക്കലും നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം തകർക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ പ്രതിസന്ധിയിലാക്കുവാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യങ്ങൾ പറയുക മാത്രമാണ് നാം ചെയ്യുന്നത്. ആ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ഗ്രഹങ്ങളുടെ ആ സഞ്ചാരം ഉണ്ടാക്കുന്ന ഗതിവിഗതികൾ എത്രമാത്രം എൻ്റെ പ്രേക്ഷകർക്ക് നന്മകളെ അല്ലെങ്കിൽ തിന്മകളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഒരു ജ്യോതിഷിയുടെ ധർമ്മം. അത് ഭയപ്പെടുത്തുന്ന വിഷയമൊന്നും അതിൽ വരുന്നില്ല. അങ്ങനെ തോന്നരുത് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും. ഇവിടെയും നിർബന്ധമായും ശത്രുദോഷം വളരെയധികം വരും. 6ൽ ശുക്രൻ നിൽക്കുമ്പോൾ അമൃതിൽ കുളിച്ച് ശത്രുവാണ് ഉണ്ടാവുക. സ്നേഹം എന്തായിപ്പോൾ ബന്ധങ്ങളിലൂടെ ബന്ധനങ്ങളിൽ പെട്ടുപോകും. ശനിയും ശുക്രനുമൊക്കെ അങ്ങനെയാണ്. പല സ്ത്രീ സുഹൃത്തുക്കളും നമ്മളെ വിട്ടുപോകും, പക്ഷേ നമുക്കെതിരെ തിരിഞ്ഞു നിൽക്കും, തിരിഞ്ഞു കൊത്തും. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. ഇന്ന് പലരും ഹണി ട്രാപ്പിലൊക്കെയാണ് പെട്ടുപോകുന്നത്. നാളെ അത് മുടച്ചു നിന്ന് തൻ്റെ കുടുംബജീവിതം താറുമാറാകുന്നൊരവസ്ഥ സംജാതമാകാൻ പാടില്ല തുലാം രാശിക്കാർക്ക്. അതാണ് ഇത്ര അതിശക്തമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. 12 രാശികളിലും ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്ന ഒരേ ഒരു രാശി തുലാം രാശിയാണ്. ബന്ധുക്കൾക്ക് അങ്ങേറ്റം ഉപകാരം ചെയ്ത് ഉപദ്രവം വാങ്ങിക്കുന്ന ഒരേ ഒരു രാശി തുലാം രാശിയാണ്. അതിനാൽ തുലാം രാശിക്കാർ വളരെയധികം ജാഗ്രത പാലിക്കുക. ഞാൻ പറഞ്ഞ ഏതാനും ദിനങ്ങൾ വരെ. അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ സ്മൂത്തായി നീങ്ങിക്കൊള്ളും. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഇവിടെ നിർബന്ധമായും തുലാം രാശിക്കാർ തങ്ങളുടെ രാശ്യധിപനായ ഗ്രഹം ശുക്രനാകുന്നു. അതിനാൽ ദേവീക്ഷേത്ര ദർശനം, ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം ചെയ്യുക, ദേവീക്ഷേത്രത്തിൽ ശത്രുമുട്ടി ചെയ്യണം, കർമ്മമുട്ടി ചെയ്യണം. ഇതൊക്കെ ചെയ്ത് ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ശ്രമിക്കുക. എല്ലാം അനുകൂലമായി വരും. എല്ലാ പ്രിയപ്പെട്ട തുലാം രാശി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ വിഷുവർഷത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.